ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒന്ന് റിക്വസ്റ്റ് പ്രകാരം കുക്കർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഫസ്റ്റ് എന്നതിനാ ഞാൻ ഈ ഒരു കപ്പിന് 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈസിലുള്ള പകുതി സവാളയാണ്, ഒന്നിൻ്റെ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു പകുതി സവാളയും ചെറിയൊരു സവാളിൻ്റെ പകുതി, കുറച്ച് കറാമ്പു, പട്ട, പിന്നെ 2 തക്കാളി, പച്ചമുളക് കേട്ടെടുത്ത് 2 ഇനി ഇതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 1.5 ടീസ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ നെയ്യിലേക്ക്, എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച പട്ട, കറാമ്പൂ, ഏലക്കായൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒരു ഏകദേശം കണക്കിന് നിങ്ങൾ എടുക്കുക കേട്ടോ. അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എരിഞ്ഞ് വെച്ചത് ആ സവാള ഉണ്ടല്ലോ, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാളൻ്റെ പകുതിയും പിന്നെ ഒരു മീഡിയം സൈസ് ചെറിയൊരു സവാളൻ്റെ പകുതിയായിട്ട് എടുത്തത്. അപ്പോൾ നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പോൾ എന്നോട് 2-3 ആൾക്കാർ കുക്കറിൽ എങ്ങനെ ബിരിയാണി വെക്കുകയെന്ന് ചോദിച്ചിരുന്നു, അതുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വഴുന്നതിന് ശേഷം ഇതാ കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിയിട്ട ഒന്നുകൂടി നല്ലോണം വഴും. ഇനി ഇതാ തക്കാളിയും പച്ചമുളക്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കാണിക്കാൻ വിട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിന്, ക്യാമറ ഓണാക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇത് അതിലേക്കുള്ള ചിക്കൻ എന്താ 1 kg അടുത്തൊരു 3/4 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഉള്ളി വഴന്നതിന് ശേഷം ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടോ, സാധാ മുളക് പൊടിയാണ്, കാശ്മീരി അല്ല, സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം ഉള്ളിയൊക്കെ വഴന്നതിന് ശേഷം കേട്ടോ, സിമ്പിളാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കാൻ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നിർബന്ധം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് വിട്ടുപോയതാണ് ക്യാമറ എടുക്കാൻ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പം ഞാൻ ഇതിന് അരി 1.5 ഗ്ലാസ് അരിയാണ് എടുത്ത്. അപ്പോൾ 1.5 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ ഇതിൽ വേണ്ടി കുക്കറിൽ. അപ്പോൾ ഞാൻ നേരത്തെ കപ്പ് ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ 1.5 ഗ്ലാസ് ബിരിയാണി അരിയാണ് ഞാൻ എടുത്തത്. വെള്ളം എടുക്കേണ്ടത് 3 ഗ്ലാസ് അരി, അതേ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം എടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തൈരിന് പകരം ചെറുനാരങ്ങയും യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇതാ നമ്മൾ നേരത്തെ എടുത്ത 1.5 ഗ്ലാസ് അരി നല്ലോണം കഴുകി കുതിർത്ത് വെച്ചതായിരുന്നു, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആ ഗ്ലാസ്സിന് തന്നെ നമ്മൾ അരി അളന്ന ഗ്ലാസ്സിൽ അതേ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളമാണ് നമുക്കിതിലേക്ക് ഒഴിക്കുന്നത്. ആ വെള്ളം എടുക്കാൻ പോയ ടൈമിൽ ക്യാമറ ഞാൻ ഓഫാക്കിയില്ല കേട്ടോ, ക്യാമറ ഓണായി കിടന്നു. അപ്പം 3 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കണം. അപ്പം ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങളെ ഷെയറും നിങ്ങളെ സപ്പോർട്ടും നിങ്ങളെ ലൈക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് 3 അതേ ഗ്ലാസ്സിൽ കപ്പിൽ 3 സാധാ പച്ചവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കുക. വെള്ളം ഏറിയേ ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാട്ടോ. ഇനി ഉപ്പൊക്കെ അങ്ങ് കറക്റ്റിന് നോക്കുക. എനിക്ക് കുറച്ചൊരു പോരായ്മ ഉപ്പുള്ളപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പാണല്ലോ ഇട്ടത്, ഉള്ളി ആഡ് ചെയ്തപ്പം. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ അതിലേക്ക് ഇട്ടു. ഇനി ഇതാ ലാസ്റ്റ് മല്ലിയില ഇടുന്നുണ്ട്, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ, ഇവിടെ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ അണ്ടിപ്പരിപ്പ് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിടുന്ന കറാമ്പൊക്കെ ഇടുന്ന ടൈമിൽ അണ്ടിപ്പരിപ്പ് പൊടി ഇടുക കേട്ടോ. ഇനി ഇത് അടച്ച് ഒരു വിസിൽ വരുന്ന ഒരൊറ്റ വിസിൽ വന്നിട്ട് നമുക്കിത് ഓഫാക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു വിസിലൊക്കെ വന്ന് ഓഫാക്കിയതാ ചോറ് ഇതാ ചൂടോടൊക്കെ കാണിച്ചൊരു ഉഷാർ അടിപൊളി ബിരിയാണി കിട്ടും. പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആരെങ്കിലും ഗസ്റ്റ് പെട്ടെന്ന് വന്നാൽ
നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ഒരു ബിരിയാണിയാണ്, കുക്കർ ബിരിയാണിയാണ് കാണിക്കുന്നത്. പിന്നെ വേവൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുക്കറിൽ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ വീണ്ടും പറയുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരെയായിരിക്കും. ബൈ.